ആട് ഇലകടിച്ച് നീങ്ങുന്നത് പോലെയാണ് മാണി ഗ്രൂപ്പ് പരിപാടികൾ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിപാടിയും പൂർത്തിയാക്കിയതായി കാണുന്നില്ല. വന്യമൃഗങ്ങൾക്കെതിരെയുള്ള നീക്കമായിരുന്നു ഒരു കാലത്ത് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അവസാനം അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ വരെ സമരവും നടത്തി. വകുപ്പ് മന്ത്രി നേരിട്ട് വന്ന് സ്ഥലം കാണാമെന്ന വാഗ്ദാനവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തായി എന്ന് ഒരു വിവരവും ഈ നാട്ടുകാർക്ക് കിട്ടുന്നില്ല. മുള്ളൻപന്നി മുതൽ കാട്ടാന വരെയുള്ളവർ ഇപ്പോഴും നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ പോലും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കടലവകാശം കടലിന്റെ മക്കൾക്കെന്നും പറഞ്ഞ് പുതിയ പരിപാടിയുമായി മാണിക്കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ട് എന്ന് തീരപ്രദേശത്തുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുമായിരിക്കും. ആ വഴിയിൽ വോട്ടൊന്നും കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇതിനു മുമ്പ് മുനമ്പത്ത് ചെന്ന സമരക്കാർക്ക് ആശ്വാസം പകർന്ന് ജോസ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ അതിന്റെ സാധ്യതകളും പ്രാധാന്യവും പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ളത് ശരിയാണെങ്കിൽ അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ഉത്തരവാദിത്തം ജോസിനുണ്ട്. മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജോസിന് ഉത്തരവാദിത്തം ഉണ്ട്. കെ എം മാണി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നേ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയേനെ. ഇടതു മുന്നണിയെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കില്ല എങ്കിലും കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനുള്ള ചാലക ശക്തിയായി ജോസ് കെ മാണി മാറണം. പാലായും കടുത്തുരുത്തിയും കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമല്ല മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു വിശാല കേരളം മുന്നിൽ കണ്ടുവേണം ജോസ് പ്രവർത്തിക്കാൻ തന്നെ. കെ എം മാണി അത് പലവട്ടം പ്രാവർത്തികമായി കാണിച്ചു തന്നിട്ടുള്ളത് തന്നെയാണ്. മുനമ്പം പ്രശ്നത്തിൽ അടിയന്തരമായി ജോസ് ഇടപെടണം. അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെ ഇടവപ്പാതിക്ക് മുമ്പ് കേരളത്തിൽ കൊണ്ടുവന്ന മൃഗാധിപത്യത്തിന് തടയിടണം. ജോസ് കേരള ജനതയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണ്, അത് നടപ്പിലാക്കുക തന്നെയാണ് വേണ്ടത്. പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിലല്ല, മറിച്ച് ഏറ്റെടുത്ത പരിപാടികൾക്ക് ഒരു അവസാനം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അത് പൊതുജനത്തിനും മനസ്സിലാകുന്ന രീതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും വേണം. ഇരുട്ടത്ത് കാല് തിരുമിയിട്ട് കാര്യമില്ല എന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെയല്ല.